ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാഖ്യ യോഗയിലെ 11 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12ാമത്തെ ശ്ലോകമാണ്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാതിപാഹ ന ചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അർത്ഥം നോക്കാം. ന ഇല്ല, ത്വേവാഹം തീർച്ചയായും, അഹം ഞാൻ, ജാതു ഒരിക്കലും, ന ഇല്ല, അസം ആയിരുന്നു, ത്വം അങ്ങ്, ന ഇല്ല, ഇമേ ഈ, ജനാതിപാഹ ജനത്തിൻ്റെ അധിപന്മാർ, ഭൂമി പാലകർ, ന ചൈവ ഇല്ല അല്ലെങ്കിൽ കൂടെ അല്ലെങ്കിൽ അതുകൂടാതെ, ന ഇല്ല, ഭവിഷ്യാമഹ ഭാവിയിലും, സർവേ എല്ലാവരും, വയം നമ്മൾ, അത ഇനിമേലും, പരം പിന്നീടും. ശ്ലോകാർത്ഥം നോക്കാം. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, എന്നും ഉണ്ടായിരുന്നു. നീയും ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, എന്നും ഉണ്ടായിരുന്നു. ഇനിമേലും നാം എല്ലാവരും ഇല്ലാതിരിക്കില്ല, ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെയോ പറയുന്നു അല്ലേ? അതായത് ഞാനാകട്ടെ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാർ ഇല്ലാതിരുന്നിട്ടില്ല, അതായത് നാം എല്ലാവരും എന്നും ഉണ്ടായിരിക്കും. ഇവിടെ ആത്മാവിനെയും ശരീരത്തെയും പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഇതിനു മുമ്പും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് പ്രവേശിക്കുന്നതിനു മുമ്പ് ഈ ആത്മാവ്, ഞാൻ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് എന്നും ഉണ്ടായിരുന്നു, നാളെയും ഉണ്ടാകും. ഒരിക്കലും ആത്മാവ് നശിക്കുന്നില്ല. ഈ ആത്മാവിന് നാശമുണ്ടാകുന്നില്ല. അത് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു, അത്ര മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. വസ്ത്രം മാറുന്നത് പോലെയാണ് ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത്. അതല്ലാതെ ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ശരിക്കും ആത്മാവിനെയാണ് പറയേണ്ടത്. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ശരീരത്തിനെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കുകയില്ല. ശരീരത്തെ ഞാനെന്ന് കാണില്ല. ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും നശിക്കാം. പക്ഷേ ഞാൻ അല്ലെങ്കിൽ നീ എന്ന് പറയുന്നത് അത് ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കൃഷ്ണനും രാജാക്കന്മാർക്കും ഒരിക്കലും നാശമില്ല, അർജുനനും നാശമില്ല. ഇത് ഉറപ്പായിട്ടും ഭഗവാൻ പറയുകയാണ്. സത്യം ഇതാണെന്ന് നല്ല ഉറപ്പുള്ളപ്പോൾ ഭീഷ്മർക്കും ദ്രോണർക്കും തൻ്റെ സഹോദരന്മാർക്കുമൊക്കെ നാശം വരും എന്നു കരുതിയിട്ടുള്ള അർജുനൻ്റെ വിഷമം അജ്ഞതയുടെ പരിഭ്രാന്തി മാത്രമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 13. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അർത്ഥം നോക്കാം. ദേഹിനോ ശരീരത്തിന്, അസ്മിൻ ഇതിന്, യഥാ എത്രത്തോളം, ദേഹേ ശരീരത്തിൽ, കൗമാരം
കൗമാരപ്രായം, യൗവനം, യുവത്വം, ജര, വാർദ്ധക്യം തഥാ അപ്രകാരം ദേഹാന്തരപ്രാപ്തി മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നതുവരെ ധീര ധീരൻ തത്ര തന്മൂലം ന ഇല്ല ഉഹ്യതി ദുഃഖിക്കുന്നില്ല. ശ്ലോകാർത്ഥം നോക്കാം. ഈ ദേഹത്തിൽ കൗമാരവും യൗവനവും വാർദ്ധക്യവും എങ്ങനെ സംഭവിക്കുന്നുവോ അപ്രകാരം ദേഹാന്തരപ്രാപ്തി ഉണ്ടാകുന്നു. ധീരൻ അതിൽ മോഹിക്കുന്നില്ല. അതായത് ജീവന് ഈ സ്ഥൂലദേഹത്തിൽ കൗമാരം, യുവത്വം, വാർദ്ധക്യം എന്നിവ എങ്ങനെ സംഭവിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ദേഹം വിട്ട് മറ്റൊരു അന്യദേഹം കൈക്കൊള്ളുക തന്നെ ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ജനിക്കുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് ബാല്യമുണ്ടാകും, കൗമാരമുണ്ടാകും, യൗവനമുണ്ടാകും, അതിനുശേഷം വാർദ്ധക്യം ഉണ്ടാകും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അവൻ്റെ ആത്മാവ് ആ ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നത്. അതായത് ജനിച്ചാൽ മരണം ഉറപ്പാണ്. എന്തിനു മാത്രമാണ് ജനനവും മരണവും ഉണ്ടാകുന്നത്? ശരീരത്തിന്. ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. ആ കാര്യമാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഏതൊരു മനുഷ്യനാണെങ്കിലും അവന് അവൻ്റെ ശരീരത്തിനോടും മറ്റൊരാളുടെ ശരീരത്തിനോടും മോഹമുണ്ടാവുക തന്നെ ചെയ്യും. ഏതൊരുവനാണെങ്കിലും അവൻ ഒരു ജനനം നടക്കുമ്പോൾ, ഒരാത്മാവ് ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷിക്കുകയും ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ മനുഷ്യർ ദുഃഖിക്കുകയും ചെയ്യും. അത് മനുഷ്യ സഹജമാണ്. എങ്കിലും പരമമായ സത്യം എന്താണ്? വാർദ്ധക്യവും കൗമാരവും ബാല്യവുമൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പോകുന്ന ആ പ്രക്രിയ. അത് ഏതൊരുവനും മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഒരേ ശരീരത്തിൽ ജനനം, ബാല്യം, യൗവനം, വാർദ്ധക്യം എന്ന ദശകൾ മാറി മാറി വരുമ്പോഴും ജനനം മുതൽ ആ ദേഹത്തെ അനുഭവിക്കുന്ന ബോധത്തിന് മാറ്റം വരുന്നതായി ആരും കണക്കാക്കുന്നില്ല. ജനിച്ച ഞാൻ തന്നെയാണ് മരിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ ബോധത്തെ മാറ്റിമറിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥൂലദേഹം വെടിയുന്ന മരണം കൊണ്ടും ബോധത്തിന് അഥവാ ആത്മാവിന് ഒരു കേടും വരാനില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ഈ ദേഹം നശിച്ചു എന്നു കരുതി ദുഃഖിക്കരുത്. അതുകൊണ്ട് അർജുന, നീയും ഭീഷ്മരും ദ്രോണരും ദേഹങ്ങളാണെന്ന് കരുതിയുള്ള നിന്റെ ഈ ദുഃഖം മതിയാക്കുക എന്ന് ഭഗവാൻ അർജുനന് ഉപദേശിച്ച് കൊടുക്കുകയാണ്. എങ്കിലും ദേഹത്തിൻ്റെ പരിണാമഘട്ടങ്ങൾ ദേഹിയെ ദുഃഖിപ്പിക്കുന്നതായി കാണുന്നു. അതിനെന്താണ് പോംവഴി എന്ന് വീണ്ടും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനിയുള്ള ഭാഗങ്ങൾ. എങ്ങനെയാണ് ഈ ദുഃഖത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത്? തീർച്ചയായിട്ടും ഒരു ജനനം നടക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ഒരു മരണം നടക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യും. അത് മനുഷ്യ സഹജമാണ്. ആ ദുഃഖത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് ഭഗവാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ അർജുനന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും മരിക്കില്ല എന്നൊരു തോന്നലാണ് ഉണ്ടായിരിക്കുന്നത്. യുദ്ധം ചെയ്താൽ അവർ മരിക്കും. അവരുടെ ശരീരമാണ്
അർജുനൻ്റെ അടുത്തു നിന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. ആ ശരീരത്തെയാണ് അർജുനൻ സ്നേഹിക്കുന്നത്. ആ സ്നേഹം പാടില്ല എന്നാണ് പറയുന്നത്. അതായത് യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും മരണം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അതായത് ആത്മാവ് ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ് തീർച്ചയായിട്ടും ആ ദേഹം വിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പോവുക തന്നെ ചെയ്യും. നശിക്കുന്നത് ദേഹം മാത്രമാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവിന് നാശമില്ല. ഇനി എങ്ങനെ ഈ ദുഃഖത്തിൽ നിന്നും നമുക്ക് മറികടക്കാമെന്നാണ് ഇനി ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.